സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണത്തിൽ 1% പോലും വിശ്വാസമില്ലെന്ന് ബിജു രമേശ് റിപ്പോർട്ടറോട് പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിക്കും. മാണി വിഭാഗം നേതാക്കൾ നിലപാട് മാറ്റാൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ബിജു വെളിപ്പെടുത്തി. അന്വേഷണം ശരിയായി നടന്നാൽ അഴിമതി കേസിൽ സർക്കാരിലെ പല പ്രമുഖരും കുടുങ്ങും. അതിനാൽ ശരിയായ അന്വേഷണം നടക്കില്ല. 100% അതിൽ യാതൊരു വിശ്വാസവുമില്ല, അതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം. ഇന്നലെ വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഒരു ഇതിൽ നിന്നും എന്നെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ മുഖച്ഛായ രക്ഷിക്കാനോ വേണ്ടിയാണ് ഒരു വിജിലൻസ് എന്നുള്ള ഒരു പ്രഹസനം നടത്തുന്നത്. സംഭവത്തിൽ അവശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാനാണ് ഈ അന്വേഷണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു മന്ത്രിയുടെ മുന്നിൽ വന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ച് ആശയവിനിമയം നടത്തും, കാര്യങ്ങൾ സത്യം എങ്ങനെ പുറത്തു കൊണ്ടുവരും? ഇതിന്റെ ഉള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ വിജിലൻസ് അന്വേഷണത്തോടെ ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഗൂഢതന്ത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പണം ചെലവാക്കേണ്ടി വന്നിട്ടില്ല എന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞതിന്റെ അർത്ഥം ഈ സർക്കാരിന്റെ കാലത്ത് പണം ചെലവാക്കിയെന്ന് തന്നെയാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന കാര്യം 6-ന് ചേരുന്ന അസോസിയേഷൻ യോഗം തീരുമാനിക്കുമെന്നും ബിജു രമേശ് റിപ്പോർട്ടറോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.